ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയിലെ നായകനാണ്. ഹായ് സിനു, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ക്യാമറയുടെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരികയാണ് അല്ലേ? അതിന് വലിയൊരു വിശേഷമാണ്. DOP ആയിരുന്നു, 32 സിനിമകൾ DOP ആയിരുന്നു. 33 പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി. കുഞ്ഞു അവിടെ ഇവിടെ ഒക്കെ കാണിച്ചെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ടേജ് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെയ്യുമെന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് നായകനായിട്ട് നിൽക്കാന്ന് പറഞ്ഞാല് അതൊരു ഭാഗ്യമാണ്. പക്ഷെ അമ്മാതിരി ടെൻഷനും ഉണ്ട്. എന്നുവെച്ചാല് ചെറിയ നായകനൊന്നും അല്ലടേ. ഇത് 3 പാട്ട്, 2 ഫൈറ്റ്, 4 ഗെറ്റപ്പ്. അതാണെങ്കിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തട്ടെ. ഒരു എന്താ പറയാ, ഒരു 6-7 മാസം താടി, ഇത്രയും താടിയൊക്കെ വരുമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. ഞാൻ പല താടിയുള്ള ഭയമനാണ്. ഏത് എന്റെ സ്വന്തം ഒറിജിനൽ താടി, സ്വന്തം താടി. സ്വന്തം താടി മാത്രമല്ല, നഖം വരെ വളർത്തിയിരുന്നു. ഈ മേക്കന്മാൻ ഇവിടെ മുടിയൊക്കെ പിച്ച് കളഞ്ഞു. കാരണം ഈ കുടിച്ച് ഫിറ്റായി പോകുമ്പോൾ കുറെ മുടിയൊക്കെ പൊഴിഞ്ഞ് ആ റേഞ്ചിലേക്ക് എത്തുന്ന അപ്പൊ താടി കട്ടയ്ക്ക് വളർന്നു പോകും. ഭ്രാന്തന്മാരെ കണ്ടില്ലേ, താടി വരും, ചിലപ്പോൾ തലയിൽ മുടി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ പിന്നെ കയ്യിലേയും കാലം നഖം വളർത്തിയിട്ട് അപ്പോഴാണ് ആദ്യം പറഞ്ഞാൽ പെൺകുട്ടികൾ കുറച്ച് ബഹുമാനം തോന്നി കേട്ടോ. ഈ നഖം വളർത്തിയിട്ട് നിങ്ങൾ എങ്ങനെ കുളിക്കണമെന്ന്, ഇത് എങ്ങനെ സോപ്പ് വെച്ചാലും പറഞ്ഞു മുടിയും. ഇങ്ങനെ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചു പിന്നെ കുളിക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് 2 കയ്യിലും കാലിലും നഖം വളർത്താൻ പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ ഞാൻ ശരിക്കും വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയല്ലേ നടത്തിയത്. ഇത് ആക്ച്വലി ഞാൻ എന്റെ DOP ആയിട്ട് വന്നതാ. എന്റെ DOP വന്നാണ് പിടിച്ച്. അതായത് ഇതിനകത്ത് പുതുമുഖം തന്നെ വേണം എന്നുള്ളതായിരുന്നു ഡയറക്ടർ ഒരു തീരുമാനം. കാരണം വെച്ചാൽ ഒരുപാട് കാൻഡിഡ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു, ഒളിച്ചു വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൊല്ലം ടൗണിൽ കൂടെയൊക്കെ, ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ ഓടുക, റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുക, ചെരുപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു നോൺ ഫേസ് വെച്ചിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ കൂടും. ഇത് ഞാൻ നടന്നു പോകുമ്പോൾ പലരും മൈൻഡ് ചെയ്യുന്നില്ല, അതോ ഭ്രാന്തം പോകണം രീതിയിൽ. അതുകൊണ്ട് അങ്ങനെ DOP പലരെയും സ്ക്രീൻ ടെസ്റ്റ് ചെയ്തെങ്കിലും അവസാനമായിട്ട് പറഞ്ഞാൽ അല്ല, സിനിമ ചെയ്താൽ നന്നായിരിക്കും. അന്നേരം എനിക്ക് അബദ്ധത്തിൽ കുറച്ച് താടി ഉണ്ടായിരുന്നു, ഇതങ്ങോട്ട് വളർത്താൻ പറഞ്ഞു. വളർത്തി വന്നപ്പോഴത്തേക്ക് ഫിക്സ് ചെയ്ത് എങ്ങനെ ആയി. എന്നാലും ഇത്രയും നാളും ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ ശരിയല്ല ഷോട്ടോ ഒന്നും കൂടെ ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആള് ഇപ്പൊ ഫ്രണ്ടിൽ വന്നപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അത് ഈ സന പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. നമ്മൾ ബാക്കിൽ നിന്ന് ഓരോന്ന് കമന്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒന്നുകൂടെ റെഡി റീടേക്ക് എന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഈ മുഴുനീള സിനിമ, അതായത് എനിക്ക് തോന്നുന്നു 10-90 സീന് ഞാനില്ലാതെ ഈ ബോബനും മോളിയിലെ പട്ടിയെ പോലെയാണ്, എല്ലാ ഫ്രെയിമിലും കാണുമല്ലോ. ഞാനില്ലാത്ത സീന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതായത് പ്രൊഫഷണലി ഞാൻ സിനിമാറ്റോഗ്രാഫറാണല്ലോ. അപ്പോൾ എനിക്ക് വലിയൊരു ഗുണം പാഠം കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി, എങ്ങനെയൊക്കെ പെരുമാറാം കൃത്യമായിട്ട് മനസ്സിലായി. ഇങ്ങനെ ഇത്രയും പാടുള്ളതാണ് എന്നൊക്കെ കാണില്ല. ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനപ്പോൾ ഈസി ആയിരിക്കും. എനിക്കത് കുറേയൊക്കെ എന്തെങ്കിലും പെർഫെക്ഷൻ നോക്കി അങ്ങേറ്റം പോകുമ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് ഭയങ്കരമായിട്ട് അലർട്ടാവും. എന്നാലും ആലോചിച്ചൊക്കെ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ഡെപ്തായ ഒരു ക്യാരക്ടറാണ്. കാരണം ആ ഒരു ഇപ്പൊ പേരിൽ ഉള്ള പോലെ തന്നെ ആ ഒരു ജീവൻ വരുത്തേണ്ട ക്യാരക്ടറാണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ റോള് കിട്ടിയപ്പോ എന്താണ് ആദ്യം മനസ്സിലോട്ട് വന്നത്? ആദ്യം ഈ പറഞ്ഞ പോലെ ടെൻഷനായിരുന്നു. കാരണം ചെറിയ പെട്ട് രണ്ടാഴ്ച വേണോ നടക്കുമോ, ഇനി ഡയറക്ടർ വെറുതെ പറഞ്ഞായിരിക്കുമോ? കാരണം സീരിയസ്ലി കാരണം ആർക്കും കിട്ടാത്തൊരു അവസരം. ഈ പറഞ്ഞ പോലെ 4 ഗെറ്റപ്പ്, സ്വന്തം പേരിൽ പടം, ജീവൻ, പിന്നെ 2 ഫൈറ്റ്, ഈ പറഞ്ഞ പോലെ 3 പാട്ട്, 4-5 ഗെറ്റപ്പ്, പല ഇതെനിക്ക് തോന്നുന്നു ആർക്കും കിട്ടാത്ത അവസരമല്ലേ. അപ്പൊ അതിന്റെ ടെൻഷനും ഉണ്ട്. പിന്നെ എങ്ങനെ ഞാൻ ഒരു ഷോട്ട് പോലും ഞാൻ പോയി അഭിനയിച്ച ശേഷം മോണിറ്റർ നോക്കിയിട്ടില്ല. അഭിനയിക്കുന്ന മുമ്പ് എല്ലാം ലൈറ്റപ്പ് ചെയ്ത്, ഫോട്ടോഗ്രാഫി ഡയറക്ടർ എന്നുള്ള രീതിയിൽ ലൈറ്റപ്പ് ചെയ്തെല്ലാം നോക്കുന്നല്ലാണ്ട് അഭിനയിച്ചിട്ട് എന്റെ ഷോട്ടേ നോക്കില്ല. കാരണം ഒരു പേടിയാ. കാരണം ചിലപ്പോൾ തൃപ്തിയാവില്ല, ചില ടെൻഷനാവും. അതുകൊണ്ട് എങ്ങനെ മാക്സിമം ട്രൈ ചെയ്തു. എന്നാലും ഒരു DOP കൂടിയാണല്ലോ. അപ്പൊ ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും അങ്ങനെ ഒരു പെർഫെക്ഷൻ വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ലൈക്ക് ഇപ്പൊ ഒരു ക്യാമറ പേഴ്സൺ എന്ന നിലയ്ക്ക് ആളുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. വ്യൂ പോയിന്റ് നമ്മൾ നോർമലി നോക്കുന്ന ആൾക്കാരുടെ വ്യൂ പോയിന്റും ഒരു ക്യാമറ പേഴ്സന്റെ വ്യൂ പോയിന്റും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഈ സിനിമയില്? ഇപ്പൊ സുനീലില് ആലോചിക്കുന്ന പോലത്തെ സീൻ വരുമോന്നൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ
എല്ലാവരും ട്രെയിലർ കണ്ട് മനോഹരമായി ചെയ്തു, നന്നായിട്ട്. എന്താണ് അഭിപ്രായം? ട്രെയിലർ കണ്ടില്ലേ? ആ കണ്ടു കണ്ടു. കുഴപ്പമില്ലല്ലേ? ആ, നല്ലതാ. ആണോ, താങ്ക് യു. അപ്പോൾ ഞാൻ അതിലോട്ട് വന്നിട്ടില്ല, നമുക്ക് ചോദിക്കണം കുറച്ച് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി മുതൽ എൻ്റെ മകൾ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന, കാറിൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരു പണിക്കാരൻ ഒരു ട്രെയിനിങ്ങിനും ഒന്നും പോകാതെ തന്നെ വണ്ടി ഓടിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ. അങ്ങനെയാണ് വർക്ക്ഷോപ്പിൽ നിൽക്കുന്നവന്മാർ ഓടിച്ചോളൂ. അപ്പോൾ അതുപോലെ ഞാൻ ചിലപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ എത്രയോ പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീഡാക്കി ആയിരിക്കും പെർഫോം ചെയ്തപ്പോൾ തിരിച്ചു വന്നതായിരിക്കും, അറിഞ്ഞൂടാ.